ബിജെപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ ആ സീറ്റുകൾ നിലനിർത്തുകയും അതിൽ തന്നെ വലിയ ഭൂരിപക്ഷം നേടുകയും ചെയ്തേക്കാം. പക്ഷേ കൂടുതൽ സീറ്റുകൾ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ചോദ്യമാണ്. അതായത് ഈ ഇന്ത്യ സഖ്യം ഇപ്പോഴും ഇത്തരം ആശയവൈരുദ്ധ്യങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട് എങ്കിലും മുന്നോട്ട് പോയാൽ ബിജെപിയുടെ 303 ഫിക്സഡ് സീറ്റാണ്. 303 ഈ 303 സീറ്റിൽ ഒന്ന് സത്യൻ സാറ് നോക്കുക, 272 സീറ്റിൽ ബിജെപി കിട്ടിയുള്ള വോട്ടിംഗ് ശതമാനം പെർസെന്റേജ് എന്ന് പറയുന്ന 60%-നും 72%-നും ഇടയിലുള്ള 282 സീറ്റുകൾ ഈ രാജ്യത്തുണ്ട് സാർ. അപ്പൊ ഞങ്ങളുടെ കേവല ഭൂരിപക്ഷം ഞങ്ങൾ ഉറപ്പിച്ചു. ഒന്ന്, നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾ സാർ, ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാരന് നടപ്പിലാക്കിയുള്ള വികസന നേട്ടങ്ങൾ ഞങ്ങൾക്ക് വോട്ടാകും. ഞാൻ പറയാം, എന്തുകൊണ്ടാണ് നിങ്ങൾ 25 സീറ്റ് ഉണ്ടെങ്കിൽ 25 സീറ്റും ബിജെപി തൂത്തുവാരിയാൻ പറയാൻ പറ്റൂ സാർ? ബീഹാറിൽ പോലും ഞങ്ങള് 40-39 തൂത്തുവാരിയില്ലേ? 40-40 ആക്കാൻ ഞങ്ങളുടെ ശ്രമം. അത് തന്നെയാണ് സിബിസത്തിന്റെ ചോദ്യം. അതായത് എവിടെ നിന്നൊക്കെ തൂത്തുവാരാമോ അതൊക്കെ വാരി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ല അല്ലേ സാർ, കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കും. കാരണം നോക്കൂ, തമിഴ്നാട് പോലുള്ള സ്ഥലത്ത് ബിജെപി വിപ്ലവകരമായിട്ടുള്ള മാറ്റം അവിടെ കൊണ്ടുവരും, സംശയം വേണ്ട. തെലങ്കാനയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഇതിൽ നിന്ന് മാത്രം ഞങ്ങൾ 250 സീറ്റിൽ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു സംശയം വേണ്ട. അത് നമുക്ക് സീറ്റുകളുണ്ടല്ലോ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ. അതിൽ എത്ര സീറ്റുകൾ? അതിലിപ്പോൾ കർണാടകം ശരിയാണ്, സ്വാധീനമുള്ള സംസ്ഥാനമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്നത് പോലെ ഇന്ത്യ സഖ്യത്തിൽ അടിപൊട്ടിയാൽ പോലും അങ്ങനെ എളുപ്പത്തിലൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന സീറ്റുകളാണോ ശ്രീ പ്രിന്റു? അല്ല, തമിഴ്നാട്ടിൽ പോലും ഞങ്ങൾക്ക് നമുക്കറിയാലോ, വാജ്പേയി സർക്കാരിന്റെ സമയത്ത് 4 എംപിമാർ ആ കാലഘട്ടത്തിൽ ബിജെപി ജയിപ്പിച്ചിട്ടുണ്ട്. 4 തമിഴ്നാട്ടിലേക്ക് ഒരു 14ലേക്ക് ബിജെപിക്ക് സാഹചര്യത്തിൽ എളുപ്പമാണ് സാർ. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കുക. സാഹചര്യം ബിജെപിക്ക് അനുകൂലമാണ്. ഇന്ത്യൻ ജനത ബിജെപിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ട് നിതീഷിനെ പോലെയുള്ള ബിജെപിയിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ള സഖ്യകക്ഷികൾ, ആ സഖ്യകക്ഷികൾ ഞങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ തെലങ്കാന ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടല്ലോ, ഒറ്റയ്ക്ക് പൊരുതാനല്ലേ ഇറങ്ങിയിരിക്കുന്നത്? അങ്ങനെയല്ല, ഒറ്റയ്ക്ക് ഞങ്ങൾ ഭൂരിപക്ഷം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ ആർക്കൊക്കെ കൂടാം, അവർ ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കാളികളാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെങ്കിലും അകറ്റി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഞങ്ങൾ എല്ലാവരും ബിജെപിയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ സമ്പൂർണ്ണമായി എല്ലാവരും ബിജെപിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് പറഞ്ഞതുപോലെ ഇവിടെ ഇനിയിപ്പോൾ ഈ തരത്തിലൊരു ജനാധിപത്യ തെരഞ്ഞെടുപ്പേ വേണ്ട. അങ്ങനെ പറയുന്നു. അങ്ങനെയല്ല, പിന്നെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ഒരു പോളിസി അനുസരിച്ച് ദേശീയതയുമായി കൂടി നിൽക്കുന്ന, ഈ രാജ്യത്തിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള, ഈ ഭരണഘടനയെ അംഗീകരിക്കുന്ന, രാജ്യ താല്പര്യത്തിന് അനുകൂലമായി നിൽക്കുന്ന എല്ലാവരും ഞങ്ങൾ സെബാസ്റ്റ്യൻ സാറ് അദ്ദേഹത്തിന് പോലെ മാന്യനായ ഒരാൾ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിന് പോലെ മാന്യനായ രാഷ്ട്രീയക്കാരൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ പോലെ ഒരാളെ ഞങ്ങൾ സ്വാഗതം ചെയ്യണം. അദ്ദേഹം വരികയാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരട്ടെ. ഇനി സലീം അടൂർ സാർ, അദ്ദേഹം വരികയാണ് വരട്ടെ. ഞങ്ങളുടെ ഒരു പോളിസി അതാണ്. ഞങ്ങളുടെ പോളിസി സലീം അടൂരിനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ ഉത്തരേന്ത്യയിൽ ലാലു മാത്രമല്ലേ ബിജെപിയുമായി കൈകൊടുക്കാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി? ലാലുവിനെ ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു ചരിത്രം നോക്കിയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഈ സലീം അടൂർ പോലെ ആൾക്ക് ചേരാവുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ലാലുവിന്റെ പാർട്ടി അദ്ദേഹത്തിന് ബിജെപിയിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു സാധ്യതയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കട്ടെ. അദ്ദേഹം എൽജെപി വിട്ട് RJD പോയ ആളാ, അങ്ങനെയൊന്നും വരില്ല. അതൊക്കെ വരണമെങ്കിൽ നേരത്തെ വരാമായിരുന്നു. അദ്ദേഹം സാധ്യത ബിജെപിയിലുണ്ട് അദ്ദേഹം. ശരി, ഈ രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണല്ലോ അല്ലെ? ശരി, അപ്പോഴും എന്തായാലും താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, പരിവാർ ഫാമിലിയെ മാറ്റി നിർത്തണം കേട്ടോ. എന്താ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ പരിവാർ കുടുംബാംഗങ്ങളെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയേക്കണം എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ. ഈ ലാലു അടക്കമുള്ള ഈ രാജ്യത്തിന്റെ സമ്പത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പൊ ലാലുവിന് 11 മക്കളിൽ എത്ര പേരാണ് MLA, എത്ര പേരാണ് MP എന്ന് ലാലുവിന് പോലും അറിയില്ല. 11 മക്കൾ. നമുക്ക് എന്തായാലും അത്തരം വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വേണ്ട. പക്ഷേ ശ്രീ സലീം അടൂർ, നമുക്ക് ഈ ബീഹാറിലെ